ക്രിയേറ്റീവ് സെന്റർ ലൈബ്രറിയുടെ 5ാമത് വാർഷികവുമായി അനുബന്ധിച്ച് നടക്കുന്ന വിവിധ പരിപാടികളാണ്. ഇന്ന് ഏപ്രിൽ 4 ഇത് നടക്കുന്നത് ക്വിസ് മാമാങ്കമാണ്. UP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്വിസ് പരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിൻ്റെ വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ ഈ മാമാങ്കം ഉദ്ഘാടനം ചെയ്യാനായി എത്തുന്നത് ശ്രീ രാജു നാരായണസ്വാമി IAS ആണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് എത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായ 10-20 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഒരു ഉദ്ഘാടകൻ എന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്, നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്ന ആഗ്രഹത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. USB-യിൽ കുറച്ച് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതിനു മുമ്പേ നേരിട്ട് 1-2 ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അദ്ദേഹം പറഞ്ഞത് ഒരു വെല്ലുവിളി പോലെയാണ് ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം 25 ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും മിക്കവാറും നിങ്ങൾ 5-10 ക്വസ്റ്റ്യന് മാത്രമേ ആൻസർ പറയൂ എന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം വന്നത്. പക്ഷേ നമ്മളത് പൊളിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബുദ്ധികളെല്ലാം ഷാർപ്പ് ചെയ്യുക. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാവുക. നമ്മുടെ മിടുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഇതിനെ കാണുക. അദ്ദേഹം 11 മിഠായികളുമായി ഇവിടുന്ന് തിരികെ പോകും എന്നാണ് ഇന്നലെ പറഞ്ഞത്. 11 മിഠായിൽ ഒരു മിഠായി പോലും അദ്ദേഹത്തിന് കൊടുത്തു വിടരുത്. എല്ലാം നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയണം. കേൾക്കുന്നുണ്ടോ കുട്ടികളെ? കേൾക്കാമോ? 5:20-24 എന്ന സംഖ്യ കണക്കാക്കുക. എന്നാ ഞാൻ ചോദിച്ചത്? കേൾക്കാൻ വയ്യ, ഉറക്കെ ആരെങ്കിലും പറയണം. പറഞ്ഞോ. എന്ന സംഖ്യ കണക്കാക്കുക. ഈ സംഖ്യയുടെ അക്കങ്ങളിൽ അവസാനത്തെ 2 അക്കങ്ങൾ ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാൽ എത്രയായി? 25. 2, 5 കറക്റ്റാണ്. രണ്ടാമത്തെ ചോദ്യം 1 ഗുണം 2 ഗുണം 3 ഗുണം 4 ഗുണം എക്സെട്ര ഗുണം 9 കണക്കാക്കുക. ചോദ്യം ഒന്ന് പറഞ്ഞേ. ആരാണ് ഒരു മൈക്ക് കൊടുക്കുക? 1 ഗുണം 2 ഗുണം 3 ഗുണം എക്സെട്ര ഗുണം 9 എത്രയാണ്? 9 എന്ന സംഖ്യ കണക്കാക്കുക. ഈ സംഖ്യയെ നിശേഷം ഹരിക്കാത്ത ഏറ്റവും ചെറിയ പോസിറ്റീവ് പൂർണ്ണസംഖ്യ എത്ര? ഇന്ത്യയിലെ വോട്ടവകാശത്തിനുള്ള പ്രായം കേൾക്കാമോ? 21-ൽ നിന്ന് 18 കുറച്ചത് എത്രാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 61. ആരാ പറഞ്ഞ? കറക്റ്റാണ്. 61 കറക്റ്റാണ്. നവനീത് സോജത്ത് മെഹന്തി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു കാർഷികോൽപ്പന്നമാണ്. അതിന് ഭൗമ സൂചിക കിട്ടി. ഭൗമ സൂചിക നിങ്ങൾക്കറിയാം, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. ആറന്മുള കണ്ണാടി പോലെയുള്ള ഒരു ഭൗമ സൂചിക കിട്ടി. അടുത്തിടെയാണ് കിട്ടിയത്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഭൗമ സൂചിക കൊടുക്കുന്നത്. GI രജിസ്ട്രി ചെന്നൈയിലാണ് ഉള്ളത്. ഈ പ്രോഡക്റ്റ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്? നെറ്റ് നോക്കരുത്, നെറ്റ് നോക്കിയാൽ ഇപ്പം കിട്ടും. Knowledge is so vast that it cannot be conquered. അത് പരമാവധി കോൺകർ ചെയ്യാൻ ശ്രമിക്കുക. അത്രയും. അടുത്തത്, which Italian born American physicist led the team of scientists who created the world's first self-sustaining nuclear reactor in 1942? ലോകത്തെ ആദ്യത്തെ സെൽഫ് സസ്റ്റെയിനിങ് ന്യൂക്ലിയർ റിയാക്ടർ 1942
സൃഷ്ടിച്ച ടീം ഓഫ് സയന്റിസ്റ്റിനെ ലീഡ് ചെയ്ത ഇറ്റാലിയൻ ബോൺ അമേരിക്കൻ ഫിസിസിസ്റ്റ് ആരാണ്? ഒരു ക്ലൂ കൂടെ തരാം. ഈ റിയാക്ടറുടെ പേര് ചിക്കാഗോ പൈൽ 1 എന്നായിരുന്നു. അല്ല, എൻറിക്കോ ഫെർമി എന്നതാണ് കറക്റ്റ് ഉത്തരം. എൻറിക്കോ ഫെർമി. ആറാമത്തെ ചോദ്യം, പേറ്റന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? പേറ്റന്റ് കേട്ടില്ല? എന്താ പേറ്റന്റ്? എന്താ കുഞ്ഞുങ്ങളെ പേറ്റന്റ്? ആദ്യം മൈക്ക് കൊടുത്താട്ടെ. പേറ്റന്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ചോദ്യം, എന്താണ് പേറ്റന്റ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു ഇൻവെൻഷന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ചെറിയ പീരീഡിൽ 20 വർഷത്തേക്ക് ആ ഇൻവെൻഷൻ ഉപയോഗിക്കാനുള്ള എക്സ്ക്ലൂസീവായ അധികാരമാണ് പേറ്റന്റ്. അതൊരു ബൗദ്ധിക സ്വത്തവകാശമാണ്. പേറ്റന്റ് റിലേറ്റഡ് ഡിസ്പ്യൂട്ടുകളിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് യാതൊരു ജൂറിസ്ഡിക്ഷനും ഉണ്ടായിരിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി ഈ അടുത്തിടയിൽ വിധി പ്രസ്താവിക്കുകയുണ്ടായി. വളരെ പ്രശസ്തമായൊരു കേസാണിത്. ഈ കേസിന്റെ പേര് പറയാം. പേറ്റന്റുമായി ബന്ധപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശ നിയമത്തിൽ ഒരെണ്ണമാണ് പേറ്റന്റ്. പേറ്റന്റുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകളിൽ, തർക്കങ്ങളിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പഴയ MRTP കമ്മീഷൻ, ആ കമ്മീഷന് യാതൊരു ജൂറിസ്ഡിക്ഷനും ഉണ്ടാവില്ല, അവർക്ക് യാതൊരു അധികാരവും ഉണ്ടാവില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ച വിധി ഏത് കേസിലായിരുന്നു? പത്രങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വിധിയാണ്. ഞാനൊരു ക്ലൂ തരാം. മൊൺസാന്റോ കേസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കേസാണ്. മൊൺസാന്റോ കേസ്, മിറ്റ്സുബിഷി കേസ് എന്നൊക്കെ നിങ്ങൾ കേട്ടുക, അതുപോലെ ഒരു കേസാണ്. മൈക്രോസോഫ്റ്റ് കേസ് നിങ്ങൾ കേട്ടുക. ഗൂഗിൾ ബാബായുടെ സഹായം ദയവായി തേടാതിരിക്കുക. എറിക്സൺ കേസ്. ഇനി നിങ്ങൾക്ക് നെറ്റ് നോക്കാം. ഒരു വളരെ സുപ്രധാനമായ ഒരു കേസാണ്. എന്റെ മൂന്നാമത്തെ മുട്ടായി. ഏത് ബൗദ്ധിക സ്വത്തവകാശത്തിനാണ് ഭാരതത്തിൽ പ്രത്യേക നിയമം ഇല്ലാത്തത്? ചോദ്യത്തിന് അർത്ഥം മനസ്സിലായി? എന്താണ് ബൗദ്ധിക സ്വത്തവകാശങ്ങൾ? പേറ്റന്റ്, അതിന് ഇന്ത്യക്ക് പേറ്റന്റ് ആക്ട് ഉണ്ട്. ട്രേഡ് മാർക്ക്, ബാറ്റ ഷൂ ട്രേഡ് മാർക്കാണ്. ഞാൻ ധരിച്ചിരിക്കുന്ന ബാറ്റ ഷൂ ആണ്. 299 രൂപ 99 പൈസയ്ക്കേ വിൽക്കൂ, 300 രൂപയ്ക്ക് വിൽക്കില്ല. കാരണം അത് മനുഷ്യന്റെ ഒരു കോംപ്ലക്സ് ആണ്. 299 രൂപ 99 പൈസ 200 രൂപയാണ് നമുക്ക് പോകും. ട്രേഡ് മാർക്ക് ഇന്ത്യയിൽ നിയമമുണ്ട്. കോപ്പി റൈറ്റ് ഇന്ത്യയിൽ നിയമമുണ്ട്. കോപ്പിറൈറ്റ് ആക്ട്. ഇന്ത്യയിൽ തനതായ നിയമമില്ലാത്ത ബൗദ്ധിക സ്വത്തവകാശം ഏത്? മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു IAS പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം കിട്ടിയോ? കുഞ്ഞുങ്ങളെ ഒന്ന് മൈക്ക് കൊടുത്ത് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. നിങ്ങൾ ഉറങ്ങിയല്ലോ. കുട്ടികളെ പറയൂ, തെറ്റാണെങ്കിലും പറയൂ. കോള ഉണ്ടാക്കുന്നു, ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്തല്ല എന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ടാണ്. അതിന് ഇന്ത്യയിൽ പ്രത്യേകിച്ചൊരു നിയമമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ബൗദ്ധിക സ്വത്തവകാശങ്ങളുടെ ഒന്ന് പേറ്റന്റ് ആക്ട് ഉണ്ട് 1970. 2 കോപ്പിറൈറ്റ്, ഇന്ത്യക്ക് തനതായ കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട്. 3 ട്രേഡ് മാർക്ക്, ട്രേഡ് ആൻഡ് മർക്കൻഡൈസ് മാർക്സ് ആക്ട് ഉണ്ട് 1999. ഭൗമ സൂചിക, ജോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ, ഇന്ത്യക്ക് തനതായ ആക്ട് ഉണ്ട്. ഡിസൈൻസ് ആക്ട് ഉണ്ട് ഇന്ത്യക്ക് 2000. സെമി കണ്ടക്ടർ ആക്ട് ഉണ്ട്. ട്രേഡ് സീക്രട്ടിന് മാത്രമേ ഭാരതത്തിൽ തനതായ ഒരു ആക്ട് ഇല്ലാത്തതുള്ളൂ. സൈബർ ക്രൈം എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ സൈബർ ക്രൈമുകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സൈബർ ക്രൈമുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് IT ആക്ട് ഓഫ് 2000. ആസ് അമെൻഡഡ് ഇൻ 2008. അതിലൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, സെക്ഷൻ 66 ക്യാപിറ്റൽ A. എന്തായിരുന്നു അത്? ഞാൻ നിങ്ങൾക്ക് ഒരു തെറ്റായ ഒരു മെസ്സേജ് അയക്കുന്നെങ്കിൽ, ഒരു അനോയിങ് മെസ്സേജ് അയക്കുന്നെങ്കിൽ എന്നെ ജയിലിൽ അടയ്ക്കാൻ പ്രൊവിഷനുള്ളൊരു വകുപ്പായിരുന്നു ഇന്ത്യൻ IT ആക്ടിലെ സെക്ഷൻ 66 ക്യാപിറ്റൽ A. പറഞ്ഞത്ര മനസ്സിലായോ?
ആ 66 ക്യാപിറ്റൽ എ സുപ്രീം കോടതി അസാധുവാക്കി. എന്തുകൊണ്ടാണ് അസാധുവാക്കിയത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 പക്ഷേ റീസണബിൾ റെസ്ട്രിക്ഷൻസിൽ ഇത് വരുന്നില്ല. ഇത് അൺറീസണബിൾ ആണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ജയിലിലടക്കപ്പെട്ടു. ചോദ്യം ഇതാണ്, ഏത് കേസിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 66 ക്യാപിറ്റൽ എ എന്ന വകുപ്പിനെ അസാധുവാക്കിയത്? പ്രശസ്തമായ കേസാണ്. ചോദ്യം ഇതാണ്, വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ദ ഓൾ സിറ്റിസൺസ് ഉള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാവ് ദ റൈറ്റ് ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ സബ്ജക്ട് ടു സർട്ടൻ പ്ലേസസ് സച്ച് ആസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഓർ ലക്ഷദ്വീപ്. ഏതാണ് ആർട്ടിക്കിൾ? ഗൂഗിൾ ബാബ നോക്കേ. You are somewhere near the answer. ആർട്ടിക്കിൾ 19B. ഉത്തരം തെറ്റാണ്. ഉത്തരം ആർട്ടിക്കിൾ 19(1)D എന്നാണ്. ഡി ഫോർ ഡൽഹി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാരറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? തമിഴ്നാട്. തമിഴ്നാട്. ആ, വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? ഒരു ചാൻസ് കൂടെ തരാം. തെറ്റാണ്. 2 ഉത്തരവും 2 ചാൻസ് തന്നു. 2 തെറ്റാണ്. ഹരിയാന എന്നതാണ് കറക്റ്റ് ആൻസർ. ഏത് രാജ്യത്തിലാണ് സാഗരമാത നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഗൂഗിൾ ബാബ നോക്കരുത്. ഏത് രാജ്യത്തിലാണ്? നേപ്പാൾ. തൊണ്ടമാൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ പേരെന്ത്? ഇത് എളുപ്പമാണ്. തെറ്റാണ്. പുതുക്കോട്ട എന്നാണ് ഉത്തരം. പുതുക്കോട്ടയിലെ പുതുമണമാണ്. കേട്ടിട്ടില്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് നമ്പർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെർഫെക്റ്റ് നമ്പർ? എന്താണ് പെർഫെക്റ്റ് നമ്പർ എന്നുകൂടെ പറഞ്ഞു തരാം. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കും. കേട്ടോ? ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കും. 1 28, 2 496, 3 both of the above, 4 none of the above. 28 496 പെർഫെക്റ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ അടുത്ത പെർഫെക്റ്റ് നമ്പർ എത്രയാ? 8120. ഓക്കെ, അപ്പൊ ആ ഉത്തരം കറക്റ്റാണ്. കോപ്പി റൈറ്റ് എത്ര വർഷത്തേക്ക് നിലനിൽക്കും? ഞാനിപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. എത്ര വർഷത്തേക്കാണ് എനിക്കതിൻ്റെ മേൽ പകർപ്പവകാശമുണ്ടാവുക? പറഞ്ഞു. 2 വർഷം ആൻസർ പറഞ്ഞേക്കുന്നത്. 2 വർഷം. ഉത്തരം തെറ്റാണ്. ഒരാൾക്കൂടെ ചാൻസ് കൊടുക്കാം. 20 വർഷം. അതും തെറ്റാണ്. അപ്പൊ മുട്ടായി ഇങ്ങോട്ട് പോരട്ടെ. ഒരു പുസ്തകം എഴുതിയാൽ അതിന്റെ കോപ്പിറൈറ്റ് എത്ര കാലം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ നിലനിൽക്കുമെന്നുള്ളത്. അപ്പൊ എന്താണ്, എത്ര നാളാണ് നിലനിൽക്കുന്നത്? ആ ആള് ജീവിതകാലവും ആ ജീവിതകാലം മുതൽ 60 വർഷവും കൂടെ ആളുടെ പകർപ്പവകാശം. അപ്പൊ മഹാഭാരതത്തിൽ ഇപ്പൊ പകർപ്പവകാശം ഉണ്ടോ? ക്ലിയർ ആയിട്ട്. ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയുടെ പേരെന്താ? എന്റെ സത്യാന്വേഷണ രജിസ്റ്റർ. അതിന് കോപ്പിറൈറ്റ് ഇപ്പൊ ഉണ്ടോ? ഗാന്ധിജി ഏത് വർഷമാണ് മരിച്ചത്? 1945. അയ്യോ, സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലേ? തിരിച്ചു പോയി. ഗാന്ധിജി എന്താണ് മരിച്ചതെന്നെങ്കിലും കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് 60 വർഷം കടന്നുപോയി. അപ്പൊ കോപ്പിറൈറ്റ് ഇല്ല കേട്ടോ. തിരിച്ചു പോയി ഗാന്ധിജി മരിച്ച ഡേറ്റും ഗാന്ധിജി മരിച്ച വർഷം മനസ്സിൽ രേഖപ്പെടുത്തുന്നു. അതാണ് ഗാന്ധി അപ്പൂപ്പൻ. അരിലും കനിവുള്ളത് കുരുന്നു നുള്ളുവാൻ പോലും കനി നിറയ്ക്കുകയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫോം ഓഫ് എനർജി that we can perceive as a blue glow emitted when electrically charged particles that compose atoms move very quickly? ചോദ്യം ഒന്നോർത്ത് വയ്ക്കാം.
വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫോം ഓഫ് എനർജി? അത് എനർജിയുടെ ഒരു ഫോമാണ്. എങ്ങനെയാണത് കാണപ്പെടുന്നത്? ഒരു ബ്ലൂ ഗ്ലോ ആയിട്ട് കാണപ്പെടും. എപ്പോഴാണ് ചെയ്യുന്നത്? when electrically charged particles that compose atoms move very quickly. എന്താണ് റേഡിയേഷന്റെ പേര്? ചെറൻകോവ് റേഡിയേഷൻ ആണ്. ചെറൻകോവ് റേഡിയേഷൻ. ദാറ്റ് ഈസ് കറക്റ്റ്. അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം. മരക്കേഷ് ട്രീറ്റി ഓഫ് 2013, പ്രശസ്തമായ മരക്കേഷ് ട്രീറ്റി 2013, നിങ്ങൾക്കറിയായിരിക്കാം. WTO നിലവിൽ വന്ന മരക്കേഷ് ട്രീറ്റി പ്രകാരം 2013 മരക്കേഷ് ട്രീറ്റി ദിവ്യാഞ്ജൻ എന്ന് നാം വിളിക്കുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനെ സംബന്ധിച്ചുള്ള ട്രീറ്റിയാണ്. ഈ ട്രീറ്റി താഴെ പറയുന്നതിൽ ഏതിനെയാണ് ഡീൽ ചെയ്യുന്നത്? ABCD. ശാന്തമായി കേൾക്കണം. A. പ്രൊവൈഡിങ് ആക്സസ് ടു പബ്ലിഷ്ഡ് വർക്ക്സ് ബൈ വിഷ്വലി ഇംപെയർഡ് പേഴ്സൺസ്. 2. പ്രൊവൈഡിങ് ആക്സസ് ടു പബ്ലിഷ്ഡ് വർക്ക്സ് ഫോർ വിഷ്വലി ഇംപെയർഡ് പേഴ്സൺസ്. 3. പ്രൊവൈഡിങ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് വർക്ക്സ് ബൈ വിഷ്വലി ഇംപെയർഡ് പേഴ്സൺസ്. 4. പ്രൊവൈഡിങ് ആക്സസ് ടു അൺപബ്ലിഷ്ഡ് വർക്ക്സ് ഫോർ വിഷ്വലി ഇംപെയർഡ് പേഴ്സൺസ്. എന്താണ് ABCD ഏതാണ് കറക്റ്റ് ആൻസർ? പറഞ്ഞാട്ടെ. സി ആണ് ഉത്തരം. ഉത്തരം തെറ്റാണ്. കറക്റ്റ് ആൻസർ B ആണ്. പ്രധാനമന്ത്രിയുടെ ശമ്പളം നിർണയിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദത്തിന്റെ നമ്പർ പറഞ്ഞു. പാസ്സാണോ? ആർട്ടിക്കിൾ 75. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോയി ആർട്ടിക്കിൾ 75 എടുത്ത് പാസ്സാക്കണം. ഒരു മുട്ടായി പറട്ടെ. ഓക്കെ, ആർട്ടിക്കിൾ 75 വായിക്കണം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഒന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 3ാമത്തെ പദവിയാണ്. 1 പ്രസിഡന്റ്, 2 വൈസ് പ്രസിഡന്റ്, 3 പ്രൈം മിനിസ്റ്റർ. അങ്ങനെയാണ് പ്രോട്ടോകോൾ. ആ പ്രധാനമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഏത് രീതിയിലാണ് എന്ന് നിർണയിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ പറഞ്ഞ് എത്രയാ? മെഡിക്കൽ. അടുത്ത 18ാമത്തെ ചോദ്യം. സൈബർ ടെററിസം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യയിലുണ്ടായ ഒരു സൈബർ ടെററിസത്തിന് ഉദാഹരണമാണ് മുംബൈയിൽ 2008 അറ്റാക്ക്. ഓർമ്മയുണ്ടോ? താജ്, ട്രിഡന്റ്, ഓബറോയ് 3 ഹോട്ടലുകളിലെ കസബും കൂട്ടരും നടത്തിയ മൃഗീയമായ അറ്റാക്ക് ഇന്ത്യയിലെ സൈബർ ടെററിസത്തിന് ഉദാഹരണമാണ്. കേൾക്കുന്നുണ്ടോ? ഇന്ത്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ IT ആക്ട് പ്രകാരം സൈബർ ടെററിസത്തിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പണിഷ്മെന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? 1 10 വർഷം തടവ്, 2 തൂക്ക് കയർ, 3 ഇംപ്രിസൺമെന്റ് അപ് ടു ലൈഫ്, 4 നൺ ഓഫ് ദി അബവ്. ഇതിലേതാണ് ഉത്തരം? സി എന്ന് വെച്ചാൽ എന്താ? ജീവപര്യന്തം. കറക്റ്റ് ആണ് ഉത്തരം. അപ്പോൾ മേഖലയിൽ കടന്നു കയറാൻ അനുവാദമുള്ള ആളിന്റെ പുറകിൽ അപ്രകാരം അനുവാദമില്ലാത്ത ഒരാൾ കടന്നു വരുന്ന സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ വളരെ സാർവത്രികമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. സെക്രട്ടേറിയറ്റിലേക്ക് കയറണമെങ്കിൽ ആക്സസ് ഗേറ്റ് ഉണ്ട്. എൻ്റെ ID കാർഡ് കാണിച്ചാൽ ആ ഗേറ്റ് തുറക്കും, എനിക്ക് അകത്തോട്ട് കിടക്കാം. ആ ഗേറ്റ് തുറന്നിരിക്കുന്ന 1 സെക്കൻഡിൽ എൻ്റെ തൊട്ട് പുറകെ ഒരു വ്യക്തി, ID കാർഡ് ഇല്ലാത്ത വ്യക്തി, ഇത് തുറന്നിരിക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ ഇടിച്ചു കയറും. ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് പറയുന്ന വിളിപ്പേരെന്ത്? ചോദ്യം മനസ്സിലായോ? അത് ചോദ്യം മനസ്സിലായോ? സൈബർ ബുള്ളിയിങ് അല്ല. സൈബർ ബുള്ളിയിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈബർ ബുള്ളിയിങ് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സൈബർ അറ്റാക്കാണ്. ഇപ്പം നിങ്ങളെ കുറേ മെയിൽ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളെ സൈബർ സ്പേസിൽ നിങ്ങളെ അറ്റാക്ക്, പറഞ്ഞോട്ടെ,
ടെയിൽ ഗേറ്റിംഗ്, TAILGATING, ടെയിൽ ഗേറ്റിംഗ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേരെന്ത്? പെട്ടെന്ന് പറഞ്ഞു. എവറസ്റ്റ്. എവറസ്റ്റ് ആൻഡമാൻ നിക്കോബാറില. കേട്ടില്ല? കാഞ്ചൻജംഗ. അത് ആൻഡമാൻ നിക്കോബാറിനകത്താ. കേട്ടില്ല? ഒന്നുകൂടെ പറഞ്ഞേ. സ്പെല്ലിംഗ് പറഞ്ഞേ. ഏതാണ്ട് ശരിയാണ്. SADDLE ആണ്. അത് കുഴപ്പമില്ല. സാഡി കറക്റ്റ്. അടുത്ത ഈ 21ാമത്തെ ചോദ്യമാണ്. കേട്ടില്ല? കങ്കാരു എലി. ശരി. കങ്കാരു റാറ്റ് കറക്റ്റ്. എത്ര കിലോമീറ്റർ കാർ സഞ്ചരിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന മീറ്റർ. കേൾക്കുന്നുണ്ടോ കുഞ്ഞുങ്ങള്? അതിലൊരു ഫോൾട്ട് ഉണ്ട്, കേടാണ്. ഏതക്കം വന്നാലും 3-ൽ നിന്ന് ഡയറക്റ്റ് 5-ലോട്ട് ഏത് പോകും. 4 എന്നുള്ള അക്കം കാണിക്കത്തേ ഇല്ല. അർത്ഥം മനസ്സിലായോ? എല്ലാ അക്കവും 3-ൽ നിന്ന് ഡയറക്റ്റ് 5-ലോട്ടാ പോകുന്നത്. 4-ലോട്ട് കാണിക്കുന്നില്ല. 4-ലോട്ട് പോകത്തില്ല. ഇപ്പോൾ ആ ഓഡോമീറ്ററിന്റെ റീഡിംഗ് 2005 ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതുവരെ എത്ര ദൂരമാണ് കാർ സഞ്ചരിച്ചത്? എളുപ്പമുള്ള ചോദ്യം. പറഞ്ഞു. 2004. തെറ്റാണ്. ഒരു ചാൻസ് കൂടെ തരാം. 1504 തെറ്റാണ്. കറക്റ്റ് ഉത്തരം 1462 എന്നാണ്. ഇത് ബേസ് 9 അരിത്മെറ്റിക് ആണ്. 2005 ഇതുമിപ്പോൾ കാണിക്കുമ്പോൾ 2004 എന്നാണ് ഇതിനെ കാണുന്നത്. 2005 കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2 × 9³ + 4 അതാണ് ഉത്തരം. ആ ഉത്തരം 1462 ആണ്. എൻ്റെ മുട്ടായി പറയട്ടെ, നിങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നടത്തി. നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ 10 ഉത്തരം പറഞ്ഞു. 12 ഉത്തരത്തിലേക്ക് മുട്ടായി കിട്ടണം. 11 മുട്ടായിയെ കിട്ടിയുള്ളൂ. ഷാഫിയെ 11 മുട്ടായിയെ എനിക്ക് കിട്ടിയുള്ളൂ. അത് സാരമില്ല. അപ്പം നിങ്ങൾ കൂടുതൽ അധ്വാനിച്ച് ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നു. അറിവ് നിറവാണ്. പഠനം ഒരു സബര്യം, പഠനം ഒരു തപസ്യം. എൻ്റെ അമ്മയ്ക്ക് കൊണ്ട കൊടുത്താണ്. എണ്ണി എടുത്തു. 1 2 പിടിച്ചോ. 3 4 5 6 7 8 9 10 11. വണ്ടി സുരക്ഷ ഉണ്ട്. എൻ്റെ അമ്മയാണ് എൻ്റെ ഗുരുനാഥ്. അമ്മയ്ക്ക് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അമ്മയോടാണ് എനിക്കേറെ ഇഷ്ടം. അപ്പദം ധന്യമാണ് അത്രമാത്രം. അപ്പൊ അറിവ് നിറവാണ്. പഠനം ഒരു സവര്യം, പഠനം ഒരു തപസ്യാണ്. ഏതൊരു തപസ്യയും വിജയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം. ഞാൻ നേരത്തെ പറഞ്ഞു, സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു. Man in his search for knowledge of the universe is like a potato bug in a potato. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, what India wants is men and women with muscles of iron, nerves of steel and gigantic wills which nothing can resist, which can penetrate into the innermost secrets of life. So arise, awake and stop not till the goal is reached. Best wishes.